നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. വെള്ളരിക്കുണ്ട് താലൂക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മലയോരം ആഹ്ലാദത്തിമിർപ്പിൽ. വെള്ളരിക്കുണ്ടിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിന്റെ വേദി തകർന്നു. 4 പേർക്ക് പരിക്ക്. മഞ്ചേശ്വരം തുറമുഖത്തിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിച്ച 75,000 വീടുകളിൽ 500 വീടുകൾ കാസർഗോഡ് ജില്ലയിൽ നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി. മഞ്ചേശ്വരത്ത് ഉറുദു അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി KC ജോസഫ്. നടപടി ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. അതിജീവനം പദ്ധതിക്ക് ജില്ലയിൽ പ്രോജ്വല തുടക്കം. പദ്ധതി മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. ആഹ്ലാദത്തിമിർപ്പിൽ മലയോരം. പുതുതായി അനുവദിച്ച വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ നിർമ്മാണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് 10,000-ങ്ങളാണ് വെള്ളരിക്കുണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. മലയോരം ഏറെക്കാലം കാത്തിരുന്ന സ്വപ്നമാണ് പൂവണിഞ്ഞത്. പുതിയ താലൂക്ക് ആരംഭിക്കുന്ന ദിവസം നാട്ടുകാർക്ക് ഉത്സവമായിരുന്നു. രാവിലെ തന്നെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിക്കരികിലേക്ക് ഒഴുകാൻ തുടങ്ങിയിരുന്നു. ഉച്ചയോടെ മലയോരം പൂർണ്ണമായും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ആഹ്ലാദത്തിന് 1000 സുഗന്ധം പകർന്ന് ഹെലികോപ്റ്ററിലൂടെ പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ കൂടി നിന്നവർ ഹൃദയത്തിലേക്കാണ് അതിനെ സ്വീകരിച്ചത്. തുടർന്ന് ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോൾ ഹർഷാരവങ്ങൾ മുഴക്കി ജനങ്ങൾ ജനനായകനെ സ്വീകരിച്ചു. വെള്ളരിക്കുണ്ട് താലൂക്ക് ഔപചാരികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഈ നാടിന്റെ സന്തോഷത്തില് അഭിമാനത്തില് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഓരോ ഉദ്ഘാടനം കഴിയുമ്പോഴും ഒന്നിനോട് മെച്ചം എന്ന നിലയിലാണ്. ഏറ്റവും റെക്കോർഡായിട്ട് അവസാനം വന്നു പെട്ടത് ഇരിട്ടിയാണ് അല്ലേ? ഇരിട്ടി താലൂക്കിന്റെ ഉദ്ഘാടനം. പക്ഷേ വെള്ളരിക്കുണ്ട് വന്നപ്പോൾ നിങ്ങൾ ഇരിട്ടിയെയും തോപ്പിച്ചിരിക്കുന്നു. ചടങ്ങിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ MP ആദ്യ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. താലൂക്ക് ആസ്ഥാനത്തിനുള്ള സ്ഥലം E. ചന്ദ്രശേഖരൻ MLA ഏറ്റുവാങ്ങി. MLA-മാരായ K. കുഞ്ഞിരാമൻ, PB അബ്ദുറസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, വൈസ് പ്രസിഡന്റ് KS കുര്യാഘോഷ്, ഡെപ്യൂട്ടി കളക്ടർ K. ജീവൻ ബാബു തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് ഗാനമേളകളും നാടോടി നൃത്തങ്ങളും അടക്കം നിരവധി പരിപാടികളാണ് അരങ്ങേറിയത്. വെള്ളരിക്കുണ്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംബന്ധിച്ച ചടങ്ങിന്റെ വേദി തകർന്നു. വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. 4 പേർക്ക് പരിക്കേറ്റു. പുതുതായി രൂപീകരിച്ച വെള്ളരിക്കുണ്ട് താലൂക്ക് ഉദ്ഘാടനത്തിന് മാറ്റുകൂട്ടാൻ ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പങ്ങൾ വർഷിക്കുന്നതിനിടെയാണ് പന്തൽ തകർന്നത്. 4 സ്ത്രീകൾക്ക് സംഭവത്തിൽ പരിക്കേറ്റു. ഹെലികോപ്റ്റർ പൊങ്ങിയപ്പോഴുണ്ടായ ശക്തമായ കാറ്റിലാണ് പ്രേക്ഷകർക്കായി ഒരുക്കിയിരുന്ന പന്തൽ തകർന്നു വീണത്. സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനിടയിൽ ബന്ധപ്പെട്ടവർ കാണിച്ച വീഴ്ചയെ തുടർന്നാണ് പന്തൽ തകർന്നത്. പന്തൽ തകരുന്നത് കണ്ട് ഭയചകിതരായി കൂടി നിന്ന നാട്ടുകാർ ഓടുകയായിരുന്നു. ഇതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് 2 തവണ ഹെലികോപ്റ്റർ പന്തലിന് മുകളിലൂടെ പറന്നിരുന്നു. ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വേദിയിലേക്ക് എത്തിയ ഉടൻ 3 തവണ ഹെലികോപ്റ്റർ പറക്കുന്നതിനിടയിലാണ് പന്തൽ തകർന്നത്. ജില്ലാ പോലീസ് മേധാവി തോമസ് ജോസിന്റെ നേതൃത്വത്തിൽ പോലീസുകാരും ഉദ്യോഗസ്ഥരും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് അരമണിക്കൂറിന് ശേഷമാണ് ഉദ്ഘാടന പരിപാടി ആരംഭിച്ചത്. മഞ്ചേശ്വരം തുറമുഖത്തിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു.
മഞ്ചേശ്വരം ഹൊസൈബിട്ടു കടപ്പുറത്ത് മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാസർഗോഡ് ജില്ലയുടെ ചിരകാല സ്വപ്നം ഇപ്പോൾ പൂവണിയുന്നു. മഞ്ചേശ്വരം തുറമുഖത്തിന് പുറമെ 3 വർഷത്തിനുള്ളിൽ ചെറുവത്തൂരിലെ മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിക്കും. 2017 സംസ്ഥാനത്ത് 24 തുറമുഖങ്ങൾ പ്രവർത്തന സജ്ജമാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് 7500 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൽ 500 വീടുകൾ കാസർഗോഡ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ചു നൽകും. വിപുലമായ ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ ഭീമമായ തുക ആവശ്യമാണ്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ ഹഡ്കോയിൽ നിന്നും പദ്ധതി നടപ്പിലാക്കുവാൻ ആവശ്യമായ തുക വായ്പയെടുക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ സബ്സിഡി അനുവദിക്കുന്നതിനായി 100 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് മണ്ണെണ്ണ സബ്സിഡി അനുവദിക്കുന്നതിനായി ഇത്രയും തുക നീക്കിവെച്ചത്. തീരദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ ജില്ലയ്ക്കും എണ്ണം ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നറുക്കെടുത്താണ് ഈ 7500 പേരെ എടുക്കാൻ പോകുന്നത്. അതിലെ കാസർഗോഡ് ജില്ലയ്ക്ക് 500 വീടുകളാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. ഇപ്പം ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം പരിമിതമാണ്. ആ പരിമിതമായ കഴിവിനുള്ളിൽ നിന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടരും. പക്ഷെ അത് മാത്രം പോരാ എന്ന് കണ്ടുകൊണ്ട് ഇപ്പം ഹഡ്കോയിൽ നിന്ന് 150 കോടി രൂപ നമ്മൾ കടമെടുക്കുക. അപ്പോൾ ഒരു വീടിന് 2 ലക്ഷം രൂപ വെച്ച് 7500 പേർക്കുള്ള വീടുകൾ ഹഡ്കോയുടെ 150 കോടി രൂപ വായ്പ എടുക്കുന്നതിലൂടെ സാധിക്കും. നല്ല ഗുണനിലവാരമുള്ള കുടിവെള്ളം തീരപ്രദേശങ്ങളിൽ എത്തിക്കുക ഒരു മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടി അതാണ്. ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു അധ്യക്ഷനായിരുന്നു. ഗ്രാമവികസന മന്ത്രി KC ജോസഫ്, P കരുണാകരൻ MP, PP അബ്ദുൾ റസാഖ് MLA, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC കമറുദ്ദീൻ, പിണറായി ഉദുമ സ്പിന്നിംഗ് മിൽ ചെയർമാൻ ഗോൾഡൻ അബ്ദുൽ ഖാദർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ഫിഷറീസ് സെക്രട്ടറി KR ജ്യോതിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫിഷറീസ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ മിനി ആന്റണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ആവശ്യം മാനിച്ച് കാസർകോട്ട് ഉറുദു അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. മഞ്ചേശ്വരം മത്സ്യബന്ധന നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി ഉറുദു അക്കാദമി രൂപീകരിക്കുവാൻ വേണ്ടി ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കാസർകോട്ട് ഉറുദു അക്കാദമി രൂപീകരിച്ചത്. മഞ്ചേശ്വരം MLA PP അബ്ദുൾ റസാഖും ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉറുദു അക്കാദമി രൂപീകരിച്ചതെന്നും മന്ത്രി KC ജോസഫ് പറഞ്ഞു. ഉറുദു അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ചുമതലയേറ്റ ശേഷം കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായ പരിഗണനയും പ്രാധാന്യവും വളരെയേറെ ശ്രദ്ധേയമാണ്. ഇവിടെ തന്നെ ഇവിടെ നമ്മൾ ആരംഭിച്ച തുളു അക്കാദമി സുബയ്യ റൈ ചെയർമാനാണ്, നന്നായി മുമ്പോട്ട് പോകുന്നു. MLA ആവശ്യപ്പെട്ടത് ഉറുദു ഭാഷ വികസനത്തിന് വേണ്ടിയുള്ള ഉറുദു അക്കാദമി രൂപീകരണമാണ്. ഉറുദു അക്കാദമി ഈ സാമ്പത്തിക വർഷം തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വൈകല്യമുള്ളവരുടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കുന്ന അതിജീവനം പദ്ധതിക്ക് ജില്ലയിൽ പ്രോച്ചർ തുടക്കം. പദ്ധതിയുടെ ഭാഗമായുള്ള സഹായ വിതരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. വൈകല്യമുള്ളവരുടെ പുനരധിവാസത്തിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അതിജീവന മാതൃകാപരമായ പദ്ധതിയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും അതിജീവനം പദ്ധതിയുടെ വികലാംഗർക്കുള്ള മൂചക്രവാഹനത്തിന്റെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു ജില്ലകളിലെ ആസൂത്രണ സമുച്ചയങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മനോഹരമായ സമുച്ചയമാണ് ജില്ലയുടേത്.
ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പഞ്ചവത്സര പദ്ധതി ഏർപ്പെടുത്തിയത് സർക്കാരിന്റെ എടുത്തു പറയേണ്ട നേട്ടങ്ങളിലൊന്നാണ്. 2014-15 വർഷത്തിലെ ആസൂത്രണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കാൻ സാധിക്കും. പദ്ധതി പണത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ 52% തുകയും വിനിയോഗിച്ചു കഴിഞ്ഞതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി സമുച്ചയത്തിന്റെ താക്കോൽദാനം റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നിർവഹിച്ചു. ജനസമ്പർക്ക പരിപാടിയിലൂടെ അനുവദിച്ച 24 മുചക്ര വാഹനത്തിന്റെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി കെ. ഇസ്മായിൽ നൽകിക്കൊണ്ട് നിർവഹിച്ചു. ആസൂത്രണ സമിതി സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കാൻ മുഖ്യ പങ്കുവഹിച്ച സിഡ്കോ ചെയർമാൻ സി.ടി. അഹമ്മദ് അലിയെ മുഖ്യമന്ത്രി പൊന്നാടയണിച്ച് ആദരിച്ചു. പി. കരുണാകരൻ എം.പി. ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ പി.ബി. അബ്ദുൾ റസാഖ് എം.എൽ.എ, കെ. കുഞ്ഞിരാമൻ എം.എൽ.എ, ഇ. ചന്ദ്രശേഖരൻ എം.എൽ.എ, കെ. കുഞ്ഞിരാമൻ എം.എൽ.എ, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ ടി. അബ്ദുള്ള, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗങ്ങളായ മുംതാസ് ഷുക്കൂർ, ടി. വി. ഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ. ജി. ഷി ബഷീർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി.ജെ.പി. സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ ശ്രദ്ധേയമാവുന്നു. സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ബി.ജെ.പി. പ്രചാരണ പരിപാടികൾക്ക് കൊഴുപ്പ് കൂട്ടുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി വ്യത്യസ്തങ്ങളായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് വ്യാപാര ഭവനിൽ നടന്ന നമോ വളണ്ടിയേഴ്സ് എന്ന പരിപാടി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയൊരു മാറ്റം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ബി.ജെ.പിയെ ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അകറ്റി നിർത്തിയിരുന്ന വലിയൊരു ജനവിഭാഗം, അടിസ്ഥാന ജനവിഭാഗം, പട്ടികജാതിക്കാരും പിന്നോക്കക്കാരുമായിട്ടുള്ള സാധാരണ ജനങ്ങൾ എല്ലാവരും ഇത്തവണ ഒരർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ശ്രീ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന വളരെ അസുലഭമായിട്ടുള്ള, ഇതുവരെ നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ദൃശ്യമാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ജനവികാരമാണ്. ഇതൊരു കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല. ഇനിയും ഇന്ത്യക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഈ മാറ്റം ഉൾക്കൊള്ളാതിരിക്കാൻ മലയാളികൾ, കേരളത്തിന്റെ മനസ്സിന് കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജാണ് ശ്രീ നരേന്ദ്രമോദിയുടെ സമീപകാല കേരള സന്ദർശനങ്ങളിലുടനീളം ജനങ്ങൾ വരച്ചു കാട്ടുന്നു. കെ. സത്യനാഥ്, ഷിബിൻ, സ്വാതിനാഥ് തുടങ്ങിയവർ പ്രചരണ പരിപാടികൾ വിശദീകരിച്ചു. നിരവധി പേരാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ യൂണിയനുകളുടെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കരാർ തൊഴിലാളികൾക്ക് സ്ഥിരം ജീവനക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാസർഗോട്ടും ധർണാ സമരം സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി ടി. കെ. രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ കാർഷിക മേഖലയിൽ പോലും എല്ലാ രംഗത്തും സ്ഥിരം ജോലി എന്നത് ഒരു സ്വപ്നമാക്കി മാറ്റി. എല്ലാ മേഖലയിലും കരാറുവൽക്കരണവും അതുപോലെ തന്നെ ദിവസവേതനക്കാരെ നിയമിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ ഒത്താശയുമാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ടത് നിലവിലുള്ള നിയമത്തിന് വിധേയമായി ഓരോ മേഖലയിലും ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ, ആ അവസരങ്ങൾ പുതിയ ആളുകൾക്ക് വേണ്ടി നൽകാൻ ആവശ്യമായ ക്രമീകരണം നടത്താൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. മോഹൻകുമാർ പാടി അധ്യക്ഷത വഹിച്ചു. PV രാജേന്ദ്രൻ, VR ജയരാജ്, കെ. ഗോപാലൻ, അപ്പക്കുഞ്ഞി, കെ. ഗംഗാധരൻ, ബാബുരാജ്, രവീന്ദ്രൻ കൊടക്കാട്, കെ. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തുന്ന കേരള രക്ഷായാത്രയ്ക്ക് 23-ന് കാസർഗോഡ് സ്വീകരണം നൽകും. പ്രചരണാർത്ഥം കാസർഗോഡ് ഏരിയ കമ്മിറ്റിക്കകത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച തെരുവോര ചിത്രരചന ശ്രദ്ധേയമായി. ആർട്ടിസ്റ്റ് PG ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VK രാജൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M സുമതി, TMA കരീം, PV കുഞ്ഞമ്പു, K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. KHM, ചന്ദ്രൻ ചലന, ഷെരീഫ്, രാജൻ, അന്വയ് തുടങ്ങിയ ചിത്രകാരന്മാർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷീരകർഷകരെ സഹായിക്കുന്നതിനായി സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കുമ്പളം നായിക്കാപ്പിൽ റീജിയണൽ ഡയറി ലബോറട്ടറി ഫീഡ് മില്ലിംഗ് യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു.
കുമ്പള നായിക്കാപ്പിൽ റീജിയണൽ ഡയറി ലബോറട്ടറി ഫീഡ് മില്ലിംഗ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ಅತ್ಯಗತ್ಯವಾಗಿ ಸಹಕರಿಸಲಾಗಿರುವಂತಹ ಒಂದು ಫೀಡ್ ಮಿಲ್ಲಿಂಗ್ ಯೂನಿಟ್ ಮತ್ತು ರೀಜನಲ್ ಡೈರಿ ಲ್ಯಾಬಿನ ಶಂಕುಸ್ಥಾಪನಾ ಕಾರ್ಯಕ್ರಮ ಕೇರಳದ ವಿಕಸನ ಸರದಾರ ಜನಪ್ರಿಯ ಮುಖ್ಯಮಂತ್ರಿಯವರು. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടത് അനിവാര്യമാണ്. മിൽമയ്ക്ക് വേണ്ടുന്ന സഹായം സർക്കാർ നൽകുമെന്നും 2 വർഷം കൊണ്ട് 3 ലക്ഷം ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ക്ഷമത മിൽമയിൽ ഉണ്ടാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് ആവശ്യമുള്ള പാല് പോലും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പാല്, പച്ചക്കറി, മുട്ട, ഇറച്ചി എല്ലാത്തിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു എന്നത് നമുക്ക് മാറ്റിയെടുത്തേ മതിയാകൂ. മന്ത്രി കെ.സി. ജോസഫ് അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ. ബാബു, പി. കരുണാകരൻ MP, PP അബ്ദുൾ റസാഖ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, മിൽമ ചെയർമാൻ TT ഗോപാലക്കുറുപ്പ്, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ എന്നിവർ സംസാരിച്ചു. പ്രമുഖ എഴുത്തുകാരൻ C. രാഘവൻ മാഷിന്റെ അനുസ്മരണ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. രാഘവൻ മാഷെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വലിയ പുരസ്കാരം ലഭിച്ചതുപോലെയാണ്. കുറെ കാലം അവിടെ ഇരുന്നിട്ടുണ്ട്, രാഘവൻ മാഷോടൊപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എന്നൊരു യോഗ്യത മാത്രമേ എനിക്ക് ഉള്ളൂ. PVK പനയാൽ, ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി, മുജീബ് അഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. വിവിധ സെഷനുകളിലായിട്ടായിരുന്നു പരിപാടി. സമ്മേളനം പ്രമുഖ എഴുത്തുകാരൻ അനന്തായ മുഡ്രാദി ഉദ്ഘാടനം ചെയ്തു. കാസർഗോട്ട് കന്നഡ അക്കാദമിക്ക് വേണ്ടി പോരാട്ടം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ಇಲ್ಲಿ ತುಳುವರೇ ಇದ್ದಾರೆ, ಕನ್ನಡ ಇಲ್ಲ ಅನ್ನುವಂಥ ಒಂದು ರಾಜಕೀಯದ ದೂರದೃಷ್ಟಿ ಇದೆಲ್ಲ ಅದು ತುಳುನಾಟಕದ ಅಕಾಡೆಮಿಗೆ ಕಾರಣೀಭೂತವಾಗಿದೆ. ಈಗ ನಮ್ಮ ಸಂಘಟನೆಯಿಂದ ನಾನು ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ, ಕನ್ನಡದ ಉಳಿವಿಗಾಗಿ ನೀವು ಹಿಡಬೇಕಾದಂಥ ದಿಟ್ಟ ಹೆಜ್ಜೆ ಕನ್ನಡ ಅಕಾಡೆಮಿಗಾಗಿ ಹೋರಾಟ ಮಾಡಿ. ತುಳು ಅಕಾಡೆಮಿ ಅಷ್ಟೇ, ತುಳು ಮಾತಾಡುವಷ್ಟೇ ಜನ, ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಿನ ಜನ ಕನ್ನಡ ಮಾತಾಡೋದಿದ್ದೀರಿ. ಕನ್ನಡ ಅಕಾಡೆಮಿಯ ಒಂದು ನಿರ್ಮಾಣ ಆಯಿತು ಅಂತಂದರೆ, ಸ್ಥಾಪನೆ ಆಯಿತು ಅಂತಂದರೆ ಈ ನೆಲದಲ್ಲಿ ಕನ್ನಡದ ಕಂಪು ಉಳಿಯುತ್ತದೆ, ಸೊಂಪು ಉಳಿಯುತ್ತದೆ, ಪೆಂಪು ಉಳಿಯುತ್ತದೆ. ಅದು ಉಳಿಯಬೇಕಾಗಿದೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಈ ಕೆಲಸವನ್ನು ನೀವು ಮಾಡಬೇಕು ಅಂತ ನಾನು ಹೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇನೆ. പ്രസിഡന്റ് TD സദാശിവ റാവു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. I. സത്യനാരായണ ഭട്ട്, കരുണാകര സത്യനാരായണ തന്ത്രി തുടങ്ങിയവരും സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KR നാരായണൻ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ സംബന്ധിച്ചു. ജില്ലയിലെ ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതിന് അവസരമൊരുക്കിയ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരെ സർവീസിൽ നിന്നും പുറത്താക്കുക, ആദിവാസികളുടെ ഭൂമിക്ക് ഉടനടി പട്ടയം നൽകുക, കള്ളക്കേസിൽ ഉൾപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക, ഭവനരഹിതമായ പട്ടികവർഗക്കാരെ പുനരധിവസിപ്പിക്കുക, പട്ടികവർഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുക, ഭൂരഹിതർക്ക് ഭൂമി ലഭിക്കുന്നതിന് പുതിയ അപേക്ഷ നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KR നാരായൺ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം KR നാരായൺ ഫൗണ്ടേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവല്ല ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. PS സൂരജ്, ദാമോദരൻ, M കൃഷ്ണൻ, ശോഭന, K മാധവി, സുഭാഷ് നാട്ടക്കൽ, ദാമോദരൻ കൈത്തോട്, രാമചന്ദ്രൻ ഭീമനടി, K മാധവി, ഗീത എന്നിവർ സംസാരിച്ചു. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വ്യാഴാഴ്ച രാവിലെ കീഴൂർ ചന്ദ്രഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തോടെയാണ് ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് സംഗീതാർച്ചനയും നടന്നു.
11-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ ആറാട്ടുത്സവത്തിന്റെ കൊടിയേറ്റ് നടന്നു. അന്നദാനവും നൽകി. 21-ന് വൈകിട്ട് 5 മണിക്ക് കലവറ എഴുന്നള്ളത്ത് നടക്കും. 23-ന് അഷ്ടമി വിളക്ക് ഉത്സവം നടക്കും. 25 പള്ളിവേട്ട മഹോത്സവവും 26-ന് ആറാട്ട് മഹോത്സവവും നടക്കും. 27-ന് മഹാശിവരാത്രി ആഘോഷം നടക്കും. 28-ന് മൂവാളംകുഴി ചാമുണ്ടി തെയ്യവും നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് ADM ആയി മുഹമ്മദ് അസ്ലമിനെ നിയമിച്ചു. കാസർഗോഡ് ADM ആയിരുന്ന H ദിനേശിനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റി. ബോവിക്കാനം അല്ലമീൻ യൂത്ത് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മതപ്രഭാഷണ പരിപാടി മാർച്ച് 31-ന് ആരംഭിക്കും. 31-ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും. കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള വടക്കൻ പെരുമ പരിപാടി ശനിയാഴ്ച നടക്കും. പ്രശസ്ത സാഹിത്യകാരൻ M മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. KS അബ്ദുള്ള ട്രസ്റ്റ് മൊഗ്രാലിൽ പുതിയ സ്കൂൾ ആരംഭിക്കുന്നു. ആധുനിക സംവിധാനങ്ങളോട് ആരംഭിക്കുന്ന സ്കൂൾ മൊഗ്രാലിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് പുതിയ വഴിത്തിരിവാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KS അബ്ദുള്ള ട്രസ്റ്റ് മൊഗ്രാലിൽ അതിനൂതന സംവിധാനങ്ങളോടെയാണ് പുതിയ സ്കൂൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നൽകുക. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മതധാർമ്മിക പഠനങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ CBSE സിലബസ് അനുസരിച്ചാണ് പഠന സംവിധാനം ഒരുക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ് റൂം, ലാബുകൾ, ലൈബ്രറി എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 40 വർഷത്തോളമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KS അബ്ദുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചുറ്റുംകുടി സ്കൂൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ 22 വർഷമായി നടക്കുന്നുണ്ട്. അത് പുതിയ സംവിധാനങ്ങളോട് കൂടിയിട്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു സ്കൂളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്കൂളാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, അവിടെ ആദ്യം LKG മുതൽ 5ാം ക്ലാസ് സ്റ്റാൻഡേർഡ് വരെയാണ് തുടങ്ങുന്നത്. ഇത് മൊഗ്രാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് മൊഗ്രാൽ സെൻറ്ററിൽ ആൽഫ എഡ്യൂക്കേഷൻ കോംപ്ലക്സിലാണ് ഇത് തുടങ്ങുന്നത്. പ്രൊഫസർ CH അഹമ്മദ് ഹുസൈൻ, അബ്ദുള്ള കുഞ്ഞി നജാത്ത്, റിൻസ് K ഡൊമിനിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളരിക്കുണ്ട് താലൂക്ക് ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മലയോരം ആഹ്ലാദ തിമിർപ്പിൽ. വെള്ളരിക്കുണ്ടിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിന്റെ വേദി തകർന്നു. 4 പേർക്ക് പരിക്ക്. മഞ്ചേശ്വരം തുറമുഖത്തിന്റെ നിർമ്മാണം 3 വർഷത്തിനകം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിച്ച 75,000 വീടുകളിൽ 500 വീടുകൾ കാസർഗോഡ് ജില്ലയിൽ നിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി. മഞ്ചേശ്വരത്ത് ഉറുദു അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി KC ജോസഫ്. നടപടി ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. അതിജീവനം പദ്ധതിക്ക് ജില്ലയിൽ പ്രോജ്വല തുടക്കം. പദ്ധതി മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.